അടിസ്ഥാനരഹിതമായ ജീവിതശൈലി, മാറിവരുന്ന കാലാവസ്ഥ, തെറ്റായ ഭക്ഷണക്രമം ഇവ മൂന്നും നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് നന്നായിട്ട് ചെറുപ്പക്കാരിൽ പോലും ഇപ്പം നര കണ്ടു തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ്. പക്ഷേ നമ്മൾ കെമിക്കൽ ഹെയർ ഡൈസ് ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ തലയിലും പല ഭാഗത്തും അതുപോലെ ചുണ്ടുകളിലും അങ്ങനെ സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ ചെറിയ രീതിയിലുള്ള അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഒരു തരത്തിലുള്ള അലർജി ഉണ്ടാവാതെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട അതിന്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന കെമിക്കൽ ഹെയർ ഡൈസിൻ്റെ അതേ ഫലം തരുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഇത് ഒത്തിരി എഫക്റ്റീവാണ്. അതുമാത്രമല്ല ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ അതും നമ്മൾ വീഡിയോയിൽ ഫുള്ളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് നമുക്കൊരു നല്ല കണ്ടീഷണർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നാച്ചുറലായൊരു കണ്ടീഷണറിൻ്റെ ഗുണം എന്ന് വെച്ചാൽ മുടിക്ക് നല്ല സ്മൂത്ത്നെസ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറലായിട്ട് മുടി അതേ രീതിയിൽ തന്നെ ഹെയർ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാലും വേറെ ഒരു രീതിയിലും ഇങ്ങനെ ഫിസിയായിട്ട് കിടക്കാണ്ട് നല്ല രീതിയിൽ തന്നെ കിടക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും തേയിലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക്. 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് അതിനൊരു നല്ല കളർ വരുന്നവരെ തിളപ്പിച്ചാൽ മതി. അപ്പോൾ തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ കണ്ടീഷണറിൻ്റെ കറക്റ്റായിട്ട് രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, ഓൾ എന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ മെയിനായിട്ട് ഓർഗാനിക്കായുള്ള പ്രൊഡക്ട്സിൻ്റെ ഓരോ കാര്യങ്ങൾ പുതിയത് ഇങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോസാണ്. അപ്പോൾ സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ലാതെ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും കൂടെ കണ്ടു നോക്കണേ. അപ്പോൾ തേയിലപ്പൊടി ഇട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഹെയർ നല്ല സ്മൂത്ത് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്കറിയാം ചൈനയിലെ സ്ത്രീകളൊക്കെ ഇതുപോലെ ഓറഞ്ചിൻ്റെ തൊലി ഉപയോഗിച്ചിട്ട് ഹെയർ പാക്കുകളും ഇതുപോലെ ഹെയർ കണ്ടീഷണറുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. മെയിനായിട്ട് കണ്ടീഷണർ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ. അപ്പോൾ അതുപോലെ അത്രയും ബെനിഫിറ്റുള്ളൊരു കാര്യമാണ് ഈ ഓറഞ്ചിൻ്റെ പീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതും നമ്മുടെ ഈ തേയില വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് ഒരു 2 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു കണ്ടീഷണറായി. അപ്പോൾ ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം ഒരു സ്റ്റെയിനർ ഉപയോഗിച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ ഹെയർ ഡൈയിൽ ഇതുപോലെ നാച്ചുറൽ കണ്ടീഷണർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻബോൺ ആയിട്ട് അവർ അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ടാവും നാച്ചുറൽ കണ്ടീഷണർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. ഇനി അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്ന ഇപ്പം 4 പൊടിക്കൂട്ടിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്ന നെല്ലിക്ക പൊടിയാണ്. വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും കലവറയായ നെല്ലിക്ക മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അകാല നരയൊക്കെ ഉള്ളവർ മസ്റ്റായിട്ടും നെല്ലിക്ക ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ നെല്ലിക്ക പൊടി ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ എപ്പോഴും ചെയ്യുന്നത് നല്ലതാണ്. നന്നായിട്ട് മുടി കറക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നെല്ലിക്കപ്പൊടി ഞാനൊരു 3 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും എടുക്കാം കേട്ടോ. നമ്മുടെ അളവനുസരിച്ചിട്ട് എല്ലാ പൊടിക്കൂട്ടും ആ സെയിം അളവായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത് ഞാൻ എടുക്കുന്നത് നീലയമരിയാണ്. നിങ്ങൾക്കറിയാം നീലയമരി നല്ല തണവുള്ളതാണ്. എന്നിരുന്നാലും തണവിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഒത്തിരി വലിയ രീതിയിൽ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ അളവ് കുറച്ചാൽ മതി. അതായത് സെയിം അളവ് എടുക്കണ്ട. ഇനി അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് മുടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള ഒരു പൊടിയാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. മുരിങ്ങയിലപ്പൊടി മുടിക്ക് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും ഒക്കെ നല്ലതാണ് മുരിങ്ങയില. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത്രയും ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാൾ അങ്ങനെ തന്നെ സൂക്ഷിച്ച് വയ്ക്കാം. നമ്മൾ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നേരത്തെ. പക്ഷേ നമ്മളിത് ഉള്ളിലേക്ക് കഴിക്കുന്ന രീതിയിലുള്ള ഒരു പൊടിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഹെയർ പാക്കുകൾ ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുരിങ്ങയിലൊന്നും കിട്ടാനില്ലാത്ത ഇടങ്ങളിൽ പെട്ടെന്ന് നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കുക അല്ലെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ഫുഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ പൊടിച്ച് വയ്ക്കുന്നത്. അപ്പോൾ അതും നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത് നമ്മുടെ ഹെന്ന പൗഡറാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഹെയർ ഡൈസിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഹെന്ന പൗഡർ. അപ്പോൾ ഈ ഒരു പൊടിക്കൂട്ട് ശരിയായ രീതിയിൽ എങ്ങനെ മിക്സ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുക്കുന്നത് ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടിയാണ്. നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ചീനച്ചട്ടി എടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രം എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു കൂട്ട്
ഹെയർ ഡൈ ആയിട്ട് മാറ്റിയ ശേഷം നമുക്ക് കുറച്ച് നേരം വെക്കേണ്ടതുണ്ട്. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ആണിയോ അങ്ങനെ ഇരുമ്പിൻ്റെ അംശമുള്ളത് അതിനകത്തേക്ക് ഇട്ട് വയ്ക്കാം. പക്ഷേ എന്നിരുന്നാലും കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നന്നായിട്ട് ആ ഒരു ഇരുമ്പിൻ്റെ അംശം നന്നായിട്ട് ഈ ഒരു ഹെയർ ഡൈയിൽ കിട്ടണമെങ്കിൽ അതിന് ഈ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തു വെച്ച നാച്ചുറലായിട്ടുള്ള കണ്ടീഷണർ ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല ഒരുപാട് വെള്ളം കൂടുതലായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി അറിയാൻ പറ്റുള്ളൂ. പലതരം പൊടികൾ ഒരുമിച്ച് ചേർത്തിട്ടല്ലേ. അപ്പോൾ ആ രീതിയിൽ കറക്റ്റായിട്ട് എങ്ങനെ മിക്സ് ചെയ്ത് വരാമെന്നുള്ളത് നമുക്ക് നന്നായിട്ട് കുറേശ്ശെ എടുത്ത് ഒഴിച്ച് നോക്കാം. നീലയമരിയും ഹെന്ന പൗഡറും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് തലനീരിറക്കം എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ഹെയർ ഡൈ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളിത് കറക്റ്റ് ഹെയർ ഡൈ ആക്കി മാറ്റുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ഹെയർ ഡൈ ചൂടാക്കുന്ന സമയത്ത് കുറച്ച് പനിക്കൂർക്ക ഇല ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ ഒരു ഹെയർ ഡൈയുടെ മിക്സ് ചൂടാക്കുന്ന സമയത്ത് വളരെ തീ കുറച്ചിട്ടിട്ട് വേണം ചൂടാക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് അത് എന്താ പറയുക വറ്റി പെട്ടെന്ന് കുറച്ചായി പോകും, അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞു പോകും. ഈ ഒരു രീതിയിൽ ചെറിയ ചൂടിൽ നന്നായിട്ടത് വറ്റിച്ചെടുക്കുക. എന്ന് വെച്ചാൽ നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടുന്ന രീതിയിൽ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അത് ആക്കിയെടുക്കാം. പിന്നെ ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ആ രീതി പറയാം. ശരിക്കും ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുളിക്കുന്നതിന് 1 മണിക്കൂർ മുൻപായിട്ട് മുടിയിൽ മുഴുവനായിട്ട്, അതായത് മുടിവേര് തൊട്ട് അറ്റം വരെയും നിങ്ങൾക്ക് ആ ഒരു നാരയൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. നമുക്ക് തലയോട്ടിയിൽ ഇത് പറ്റുന്നതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. 1 മണിക്കൂറിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. ഇപ്പോൾ ഷാമ്പൂ അങ്ങനെയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏകദേശം ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ഇത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്ക് ഇതൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ശരിക്കും ഒരു ബ്ലാക്ക് കളർ ആയിട്ട് ഉണ്ടാവില്ല, കുറച്ച് ചെറുതായിട്ടൊരു ബ്ലാക്ക് കളർ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ എന്നാലും കുറച്ച് നേരം നമുക്ക്, അതായത് ഇരുമ്പ് ചീനച്ചട്ടിയിൽ നമ്മൾ വെക്കുന്നതുകൊണ്ട് തന്നെ എത്ര നേരം വെക്കുന്നോ അതിനനുസരിച്ച് ബ്ലാക്ക് കളർ കൂടും. അപ്പോൾ മാക്സിമം 8 hours വരെ വെക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഓവർനൈറ്റ് വെക്കാം, എന്നിട്ട് പിറ്റേ ദിവസം എടുക്കാം. അങ്ങനെ വേണം ചെയ്യാം. അപ്പോൾ അത്രയും നേരം വെക്കുന്ന, അല്ലെങ്കിൽ മിനിമം ഒരു 2 hours വരെ വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു മിനിമം 2 hours നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് 2 hours ഇത് അങ്ങനെ തന്നെ അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അടച്ച് വെക്കുന്നതിന് മുമ്പായിട്ട് ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും നന്നായിട്ട് ഇളക്കി നല്ലതായിട്ട് ഈ ഒരു ചട്ടിയുടെ സൈഡിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് വെക്കുവാണ് ഞാൻ. കാരണം എത്രത്തോളം ആ ഒരു കളറ് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അയൺ നന്നായിട്ട് കിട്ടാൻ വേണ്ടി, ഫെറസ് ഓക്സൈഡ് നന്നായിട്ട് അതിനകത്തേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുറ്റിനും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ഹെയർ ഡൈ നല്ല ബ്ലാക്ക് കളറായിട്ട് മാറും. അപ്പോൾ ഈ ഹെയർ ഡൈ അടച്ച് വെച്ച് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം. നാച്ചുറൽ ഹെയർ ഡൈസ് എപ്പോഴും നമ്മൾ കുറേ നാൾ യൂസ് ചെയ്താലേ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ്, നാച്ചുറൽ ആണെങ്കിലും. അപ്പോൾ നമ്മൾ 2 മണിക്കൂറിന് ശേഷം എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കളറ് കുറച്ചും കൂടെ ഒരു ബ്ലാക്ക് കളർ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓവർനൈറ്റ് വയ്ക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു 8 hours വയ്ക്കാം. മാക്സിമം ഒരു 2 hours എങ്കിലും വെച്ചിരിക്കണം, എന്നാലേ നന്നായിട്ട് കളറ് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് നല്ല കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം ശരിക്കും ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ വേറെ സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാവുകയില്ല. നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന ഹെയർ ഡൈ പോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഹെയർ ഡൈ കണ്ടാൽ തന്നെ അറിയാം നല്ല കറുപ്പ് കളറാണ്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ നന്നായിട്ട് ഇത് കറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഹെയർ ഡൈ നമുക്ക് പെട്ടെന്ന് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ നല്ല കറുപ്പാവുകയും ചെയ്യും. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ താടിയിലൊക്കെ ഹെയർ ഡൈ ഉപയോഗിക്കുന്നവർക്ക് ചുണ്ടിലൊക്കെ അലർജി വരാറുണ്ട്. അതുപോലെ ചെവിയുടെ സൈഡിലൊക്കെ അലർജി വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അലർജി പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. കൂടുതൽ നൈറ്റിൽ അധികം യൂസ് ചെയ്യാതിരിക്കുക നല്ലത്. കാരണം നൈറ്റിൽ കുറച്ചും കൂടെ തണവ് വരുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉള്ളതുകൊണ്ട് രാത്രിയിൽ അധികം യൂസ് ചെയ്യാതിരിക്കുക. രാവിലെയോ ഉച്ചയ്ക്കോ ഉച്ച കഴിഞ്ഞിട്ടോ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതേവരെ ഇതുപോലെ ഹെയർ ഡൈയോ ഹെയർ പാക്കുകളോ ഒന്നും യൂസ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ ഈ സംഭവം ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു ചെറിയ പാച്ച് ടെസ്റ്റ് നടത്തി നോക്കണം. ചെവിയുടെ താഴത്തോ
അല്ലെങ്കിൽ ഏതെങ്കിലും ഹെയറിൻ്റെ ഒരു സൈഡ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് അവിടെ മാത്രം ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് നേരം അരമണിക്കൂർ ഇരുന്നിട്ട് ഓക്കെ ആണ്, വേറെ കുഴപ്പമൊന്നും തോന്നണില്ലെങ്കിൽ, തണവിൻ്റെ പ്രശ്നങ്ങളൊന്നും തോന്നണില്ലെങ്കിൽ നിങ്ങൾക്കിത് മുഴുവനായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കാനായിട്ട് നേരത്തെ കാണിച്ച മുരിങ്ങയില പൊടിയുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ വെറുതെ ഉണക്കി പൊടിച്ചതല്ല. അതിൻ്റെ മുരിങ്ങയിലയുടെ സത്ത് അല്ലെങ്കിൽ അതിൻ്റെ ആ എസൻസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അതിൻ്റെ ആ വൈറ്റമിൻസ് ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ ആ രീതിയിൽ തന്നെ, ഒരു പ്രത്യേക രീതിയിൽ തന്നെ അത് നമുക്ക് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാൻ പറ്റും. അതിൻ്റെ മുഴുവൻ സത്തും അടങ്ങുന്ന, മുഴുവൻ ഗുണങ്ങളും അടങ്ങുന്ന രീതിയിൽ തന്നെ. അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്ന മുരിങ്ങയില പൊടി നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ ഇൻസ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഇന്ന് ചെയ്തത് ഇൻസ്റ്റൻ്റായിട്ടുള്ള ഹെയർ ഡൈ ആണ്. ഇതല്ലാതെയും കുറേ ഹെയർ ഡൈസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർ അതൊന്ന് കണ്ടു നോക്കണം. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.